ശ്രീധുവിന്റെ അമ്മയുടെ ഉപദേശം എന്തായാലും ഏറ്റു എന്ന് തന്നെ പറയാം. ശ്രീധു അങ്ങ് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കയറി കിടന്നു എന്ന് തന്നെ സാരം. അവിടെ അർജുൻ്റെ അടുത്തും റസ്മിൻ്റെ അടുത്തും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എനിക്കിനി 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം എന്നുള്ളത്. അപ്പോൾ റസ്മിൻ കളിയാക്കുന്നുണ്ടായിരുന്നു, ഇവള് 10 മണിയാകുമ്പോഴേക്കും ദേ ഉറങ്ങാൻ പോവാണെന്നിട്ട് ദേ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ കളിയാക്കുന്നുണ്ട്. പക്ഷെ അർജുൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ല. അർജുൻ വന്ന് പിന്നെ കാണിക്കുന്നത് ബെഡിൽ വന്ന് കിടക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രീധു പോയി കിടക്കുന്നുണ്ട്, താമര ഇലയിൽ വിസ്തരിച്ച് കിടക്കുന്ന സമയത്ത് റസ്മിൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. റസ്മിൻ വന്നിട്ട് അവിടെ ശ്രീധുവിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന സമയത്താണ് നോറ വന്നിട്ട് അവിടെ വിളിക്കുന്നത് അൻസിബയെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട്, നിലത്ത് അടിക്കാനായിട്ട്. അപ്പം തന്നെ ശ്രീധു ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആരായി എന്ന് റസ്മിൻ അവിടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റസ്മിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ശ്രീധുവിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവിടെ മമ്മി പറഞ്ഞതനുസരിച്ച് അർജുനുമായിട്ടും റസ്മിനുമായിട്ടും അകലം പാലിക്കാൻ തന്നെയായിരിക്കണം അവിടെ ശ്രീധുവിൻ്റെ തീരുമാനം. അതുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് പിന്നെ എഴുന്നേറ്റ് പോയത്. പിന്നെ നമുക്ക് അവിടുത്തെ സീൻ എന്താണെന്ന് നമുക്ക് കാണിച്ചിട്ടില്ല, പിന്നെ എന്താണ് നടന്നതെന്ന് അറിയില്ല. പിന്നെ നമുക്ക് കാണിക്കുന്നത് അർജുൻ വന്ന് കിടക്കുന്നതും അർജുൻ പിന്നെ പുറമേദനയുള്ളതുകൊണ്ട് ചൂട് പിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അർജുൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് കാണിച്ചത്. എന്തായാലും രാത്രി ലൈവില് ഇവർ കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് സാധാരണ നിലയിൽ ഉറങ്ങുന്നത്. അങ്ങനെ ബിഗ് ബോസിനെ കുറച്ചെങ്കിലും കണ്ടന്റ് കിട്ടിയിരുന്നതാണ്. അവിടെ ശ്രീധുവിന്റെ മമ്മീനെ കൊണ്ടുവന്നിട്ട് ഉള്ള കണ്ടന്റും കൂടി ബിഗ് ബോസ് അങ്ങ് ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയാം. ശ്രീധുവിന്റെ മമ്മി ഉപദേശിച്ചിട്ടാണ് പോയത്, ഇനി രാത്രി കണ്ടന്റ് വേണ്ട, രാത്രി ഇരുന്നുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മി പോയത്. എന്തായാലും ശ്രീധു അതങ്ങ് കയറി അനുസരിച്ചിട്ടുണ്ട്. മമ്മിയുടെ മോളാണല്ലോ, അനുസരിക്കാതിരിക്കില്ല. ശ്രീധു എന്തായാലും രാത്രി ഇനി സംസാരമില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു അർജുനുമായിട്ടും റസ്മിനുമായിട്ടും ഇനി അകലാലാണ് ചാൻസ് എന്നും തോന്നുന്നു.